ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റുമായിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ മൈൻക്രാഫ്റ്റിനകത്തെ സെക്കൻഡ് എപ്പിസോഡാണെന്ന് നമുക്ക് തോന്നുന്നു. ഓക്കെ, ഇന്ന് കുറേ സർപ്രൈസ് ഉണ്ട്. നമ്മൾ കുറേ ഗ്രൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ നോക്കി ഗ്രൈൻഡ് ചെയ്തിരുന്നു. അപ്പം നമുക്ക് നിങ്ങളെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഒരു ഗസ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഗസ്റ്റല്ല, നമ്മളെ അച്ചിപ്പണിക്കാരനാണ്. പോരാതെ നമുക്ക് ഒരു മൈനിങ് സെറ്റപ്പാക്കി ഒരു കേവ് കണ്ടുപിടിച്ച് കുറേ ആയം കിട്ടി, കുറേ കോപ്പർ കിട്ടി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് നോക്കാം. ഓക്കെ, പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ വീട്, കണ്ടോ. അപ്പം തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയതാണ്, കണ്ടോ. പിന്നെ ഇതിന്ന് കണക്ഷൻ, ഇതിൻ്റെ ബാക്കിലൊരു കാർഡ് ഉണ്ട് കേട്ടോ. കാർഡ് എൻ്റെ മിനി കാർഡ്. പിന്നെ ഇതൊക്കെ കമ്പോസ്റ്റ് ചെയ്യാനുള്ളത്, അതായത് അടുക്കളയിൽ ഉണ്ടാക്കുന്ന വൃത്തികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുചാടും. പിന്നെ ഇത് പുറത്തേക്ക് വരാനുള്ള വാതിൽ, അതായത് ബാക്ക് ഡോറ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമുക്ക് കയറി കിടന്നുറങ്ങാം. എടാ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഗസ്റ്റ്. വുഡ്. ഓക്കെ, ഇതാണ്ട് ഈ സാധനം കൊണ്ടിട്ടാൽ ആളെല്ലാം സെറ്റാക്കി തരും. കണ്ടോ. പിന്നെ എന്തോ അത് തടി അതിത്തട അത് ഈല്. ഇന്ത്യൻ വണ്ടിയിലല്ലേ കയറിയ. ഓക്കെ, ഓക്കെ, സെറ്റല്ല. ഓക്കെ, ഇവിടെ സ്റ്റോണൊക്കെ സ്റ്റോണിലുണ്ടോ? ഉണ്ട്. ഓക്കെ, ഇതാണ് ആ ബാക്ക് ഡോറ്. പിന്നെ ഇവൻ അറിയാത്തവർക്ക് ഇവനെ പരിചയപ്പെടുത്തി തരാം. ഇവനാണ് കോപ്പർ കോളം. ഇവന് ഇടാൻ പറ്റിയൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യും. നിങ്ങൾ ആരും സജസ്റ്റ് ചെയ്തില്ലെങ്കിൽ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ ഇട്ടോളാം. പിന്നെ നമ്മളെ സ്റ്റോൺ കട്ടർ. പിന്നെ താഴെ ഇവിടെ കണ്ടോ, ഒരു ഹോളിലേക്കൂടെ കഴിഞ്ഞാൽ ഇവിടെ വേറൊരു സ്ഥലം കിട്ടും. അതിലേക്കൂടെ കഴിഞ്ഞാൽ താണ്ടേ മൈനിങ് ഏരിയ, വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ അത്യാവശ്യം ഒരു കേവ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഡ്രിപ്പ് സ്റ്റോണൊക്കെ ഇല്ല, അവിടെ നിന്നാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. പിന്നെ ആണ്ട് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഫർണസും കാര്യങ്ങളൊക്കെ. പിന്നെ ഷിയേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പാത്ത് ഞാൻ കാണിച്ചുതരാം. പാത്ത് ഒന്നിങ്ങനെ പോയിട്ട് നമുക്ക് എന്താണ് ഇങ്ങനെ പുഴയിലേക്ക് പോകണമെങ്കിൽ അത് ഫുള്ളാക്കിയിട്ടില്ല. അത് വർക്ക് ഇൻ പ്രോഗ്രസ്. അവിടെ വേറെ എന്തെങ്കിലും വന്നാൽ പിന്നെ അതാണ്ടേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതിങ്ങനെ പോയി ലാസ്റ്റ് ആണ്ട് ഈ ഒരു വഴി എത്തും. ഈ ഒരു വഴി നമുക്കല്ലാതെയും വരാം. എങ്ങനെ വെച്ചാൽ ഈ ഒരു പാത്ത് കണ്ടോ, ഈ ഒരു പാത്ത് ഇങ്ങനെ ഒന്ന് കണ്ടോ, അത് ഇങ്ങനെ പോവും. ആ പാത്താണ് ഇത്. പിന്നെ ഇതിൻ്റെ തന്നെ സൈഡിൽ കൂടെ പോയാൽ ഈ ഒരു വില്ലേജിൻ്റെ പാത്തിലേക്ക് കണക്റ്റ് ആവും. മറ്റേത് കണക്റ്റ് ആവുന്ന വഴിയാണ് ഇത് കണ്ടോ. ഇതാണ്ട് ഇങ്ങനെ കണ്ടോ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ. എൻ്റെ വീട്ടിൽ മിന്നാമിന്നില്ല, കുറച്ച് പറിച്ചു കൊണ്ടോട്ടെ. ഓക്കെ, മിന്നാമന്നിയാണ് ഇഷ്ടം. പിന്നെ കുറച്ച് സാൻഡും കൊണ്ടുപോകണം. എന്തുവാടാ ഇതിനൊരു കളർ വ്യത്യാസം, കുറച്ച് കട്ടി ബ്ലൂ പോലെ. ഇതിൻ്റെ ബ്ലൂ ഇങ്ങനെ തന്നെയാണ്.
ഓക്കെ 16 എണ്ണമായിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് കൃഷിയും തുടങ്ങണം. അത് വേറെ കാര്യം. നമ്മുടെ അടുക്ക് ഇപ്പോൾ ഒന്നും ഇല്ലടേ നിന്ന്. നമ്മുടെ അടുക്ക ഇപ്പം നമ്മളാകെ വില്ലേജിൽ നിന്ന് കട്ടുകൊണ്ടുവന്ന് ബ്രെഡ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സ്വന്തം ഫാമിൻ്റെ അടുത്ത് പോകണം. ഒന്ന് ചൂടാക്കണമെങ്കിൽ എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കോളിനൊരു ഖനിയുണ്ടല്ലേ. കുറച്ചധികം കോള് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് നമുക്ക് മൈൻ ചെയ്തെടുക്കാം. അതായത് പിന്നത്തേക്ക് വെച്ച് പോയതാണ്, പിന്നെ മൈൻ ചെയ്യുന്നു പറഞ്ഞിട്ട്. ഓക്കെ ഇതാണ്ട് നമ്മളപ്പം സാൻഡ് ഒന്ന് ഇതാക്കിയിട്ടൊന്ന് ഗ്ലാസ് ആക്കാം. വീടിന് ഗ്ലാസ് ഇല്ല, ഒരു പ്രശ്നമാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് വെക്കാം. അല്ല ഇങ്ങനെ വെക്കണ ഒരു സുഖമില്ല, ഇങ്ങനെ വെക്കാം. കുറച്ചുകൂടി വെക്കുണ്ടാവും. ഇവിടെ ഒന്ന് വെക്കണം, പുറത്തേക്കുള്ള വ്യൂ ആണ്. പിന്നെ ബെഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനത്തെ അതുകൊണ്ട് ഇവിടെ പൂവുണ്ടല്ലേ. അതാണ്ടേ ഡെക്കറേഷൻ. അതിനു മുമ്പ് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ വീട് കണ്ടോ, വീടിൻ്റെ മുമ്പിൽ അത്യാവശ്യം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഇതിനു വേണ്ടി ആണ്. കണ്ടോ ഇപ്പം അത്യാവശ്യം ഒരു ഡെക്കറേഷൻ ആയില്ലേ. എടി ഇവിടെ നീ പുറത്തിറങ്ങി നടക്കണേ. അയ്യോ സോറി അവനൊക്കെ സ്വിച്ച് മാറി. ഇനിയിപ്പോഴാ ഞാനിവനത് ഇവനെ ഹീൽ ചെയ്യാനാവോ? അവനുണ്ട് കൊപ്ര ഹീൽ ചെയ്യാനാവില്ല. അവനെ അടിച്ചു പോയാടാ അറിയാണ്ട്. 3 സ്റ്റോണ്. അവിടെ പെട്ടിയിൽ സാധനം വന്നു. ഇത് വിട്ടായിരുന്നല്ല, നമുക്ക് നാച്ചുറലല്ലേ നോക്കണ്ട. ബാക്കിയാണ് എടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസിൻ്റെ ഇവിടെ വെക്കാം. ഗ്ലാസ് പെയിൻ ആക്കിയിട്ട് അയ്യോ അതും കൂടി ആയെങ്കിൽ ഫുൾ ആവേനല്ലേ. എൻ്റെ വണ്ണത്തിലേക്ക് പെയിനാക്കി നല്ല ഗ്ലാസ് പെയിൻ ആക്കി 16 മതി. നമുക്കിവിടെ വെക്കാം. ഒന്നും പെടാത്ത വെട്ടിയിലൊക്കെ അല്ലേ. സാൻഡ് നമുക്ക് ഇതിൽ ഓക്കെ സെറ്റായിട്ടുണ്ടല്ലോ. ഇവിടെ എന്തോ അപാകത പോലെ അല്ല. ഇവിടെ നമുക്കൊരു വലിയൊരുണ്ടോ. സെറ്റ്
ആണ് ഇതൊരു വീടായത്. ഈ വീട് കാണുന്നില്ല, ചെടിയൊക്കെ വളർന്നിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം കിട് പോലെ ഇല്ല. ഇനി ഈ മരങ്ങൾ മുറിച്ചറിഞ്ഞേക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഹൗസ് ഫ്ലൈ വരണം, അതും വെച്ചിട്ടാണ് പിന്നെ അടച്ച ഹൗസ്. ഇത് പൊട്ടൊക്കെ പറയണേ. പിന്നെ കരിയിലുണ്ടോ? കരിയില ഇല്ല അല്ലേ? അതുകൊണ്ട് ഒരു മിന്നാമിനി വരുന്നതും കൂടി ഉണ്ട്. വീട്ടിൽ ചുറ്റും പറക്കട്ട് മിന്നാമിന്നി. വിചാരിച്ച് ഇവിടെ വേണ്ട, കുറച്ചൊരു ഇതാണ്ട് ഇവിടെ. എന്നാൽ ഇപ്പാട് നമ്മളെ വീടിന് കിണറൊക്കെ ഉണ്ട്. ഇതാണ്ട് കിണർ. ഓക്കെ, അപ്പം നമുക്ക് ഉറങ്ങാം. ഓക്കെ സോ, അപ്പം നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടല്ലോ. നമുക്ക് താണ്ട് ഇവിടെ ഒരു ഫിഷിംഗ് സ്പോട്ട് ഉണ്ടാക്കണം. ആൾക്കാർക്കൊക്കെ വന്ന് ഇരുന്ന് മീൻ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ താണ്ട് ഇവിടെ നിന്ന് ഒരു ഫിഷിംഗ് സ്പോട്ട് ഉണ്ടാക്കണം. ഒരു ഷവൽ ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ അതിന് വേണ്ടിയിട്ട്. സോറി ഗൈസ്, ഞാൻ ഷവൽ എടുക്കാൻ പോയിട്ട് ഇത് ഫുള്ളങ്ങ് അറിയാതെ പണിത് പോയത്. എന്നിട്ടാണ് ഓർക്കണേ, അയ്യോ ഞാൻ ഷവൽ എടുക്കാൻ പോയതായിരുന്നല്ലേ. ഇതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. കുഴപ്പമില്ലല്ലോ. അതിൻ്റെ ട്യൂട്ടോറിയലൊന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു നേരത്തെ. എന്നാലും കുഴപ്പമില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്നോട് കുഴപ്പം ഉണ്ടാവില്ലെന്നൊക്കെ ഞാൻ ചോദിച്ചൊന്നുമില്ല. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഡോക്കല്ല ഫിഷിംഗ് സ്പോട്ട്? ഇവിടെ വരുക, മീൻ പിടിക്കുക, അത്രയല്ലോ. പോലത്തെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ വേറെ എന്ത് വേണമെങ്കിൽ കൊണ്ടുവരാം. അടിയിലൊക്കെ കുറച്ച് ബോൺവീൽ ചെയ്യാം. അപ്പം അത്രയ്ക്കുള്ളൂ. നമ്മുടെ വീടിന് കുറച്ചുകൂടി അപ്ഡേറ്റ് കൊണ്ടുവരണം. 2 ടോർച്ച് ഉണ്ട്, അത് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, വീടിനൊരു വെട്ടുപൊളിച്ചൊക്കെ കിട്ടി. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യണം. അതായത് ഇതിൻ്റെ സൈഡൊക്കെ കണ്ട ഫുൾ പ്ലെയിനായിട്ട് അത് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് ഫെൻസ് അവിടെ ഇവിടെ ഒക്കെ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് 4-5 ടോർച്ച് ഇങ്ങനെ കത്തിച്ച് വെക്കണം. ഇതാണ് 6 എണ്ണം 9 എണ്ണം. ഓക്കെ, എന്ത് വേണം? 5 ഇത് കോള് മൈനിങ് പറ്റിയല്ലോ. യെസ്, ഓക്കെ സെറ്റ്. അല്ല, ഈ ലാഡർ അവിടെ നമുക്ക് വെക്കാം. എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ എങ്ങാനും വീണ് പോയാൽ നമുക്ക് പിടിച്ച് കയറി വരാൻ. ഡേറ്റൊന്നും വേണ്ട. അപ്പം നമ്മളിങ്ങനെ വെക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ വെച്ചാൽ മതി. ഇവിടെയൊക്കെ കണക്ട് ചെയ്ത് വെക്കാം. ഇനി ഇവിടെയൊക്കെ ഒന്ന് ബോയിൽ ചെയ്യണം. ഇതെടുത്തിട്ടാകുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അതുകൊണ്ട് ഈ ഫിഷിംഗ് സ്പോട്ട് പോണ വഴിക്ക് വേണ്ട,
അവിടെ ഉണ്ട് ഓൾറെഡി. ഇവിടെ തന്നെ വെക്കാം. ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ വെക്കാം. വെളിച്ചല്ലേ എവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. അതാണ് സ്കിഡിൻ്റെ. ഇങ്ക് സാക്ക് കിട്ടി. ഇങ്ക് സാക്ക്. പിന്നെ അതുകൊണ്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ, ഇവിടെ ഒന്ന് ഇങ്ങനെ. ഇനി നമുക്ക് ചർച്ചിലൊക്കെ ഇട്ടുന്നുണ്ട്. ഇനി ഇവിടെ ഉള്ള ചുമരുമ വെച്ചാൽ മതി. അല്ലെങ്കിൽ വേണം, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട. അങ്ങനെ തന്നെ ആക്കാം. ചുമരുമ തന്നെ ആക്കാം. പിന്നെ അവിടെ ലൈറ്റിൻ്റെ പോസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ കുഴപ്പമില്ല. ഇനി നമ്മൾ നിലത്ത് വീണു, അതായത് ഈ പുഴയിൽ വീണ് പോയാൽ നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടി അയ്യോ ഓടിക്കല്ലേ ചേട്ടാ. അയ്യോ അമ്മി മുങ്ങാൻ കുഴി. അയ്യോ ട്രെയിനുണ്ട് ഇവിടെ. എന്താ വേണ്ടി കഴിഞ്ഞ പണ്ടേ മുങ്ങൽ വിദഗ്ധനാണ്. ഞാൻ വിചാരിച്ച് ചത്തുണ്ട്. എന്ത് വീട്ടാടാ വന്നേ? എന്നൊക്കെ വന്നോളൂ. അയ്യോ പിന്നെയും ചാടല്ലടാ. പോ. എടി ഇവനെന്താടാ കളിക്കണേ? ഇനി ഇങ്ങനെ വീണ് പോയാല് ഇങ്ങനെ ഡ്രൗണിൻ്റെ ഒന്നും ചെയ്യാനാവില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ അതിൻ്റെ രക്ഷപ്പെടാം. അതാണ് അതിൻ്റെ ഒരു ഇത്. ഞാൻ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഇങ്ങനെയുണ്ട് സൈഡിൽ നിന്ന്. ഓക്കെ ഇത് വേണ്ട, ഇത് വേണ്ട. ഓക്കെ ഇപ്പാണ് കിടിലമായത്. ഓക്കെ നമുക്ക് ഇവിടേക്ക് ലൈറ്റ് പിടിപ്പിക്കണ്ടേ? പോസ്റ്റ് മാത്രം വെച്ചാൽ മതി. ഓക്കെ പിന്നെ ഇനി ഇവിടെ വന്നിട്ട് ബോൺവിൽ ചെയ്യണം. മൈൻക്രാഫ്റ്റിൻ്റെ സൗണ്ട് കേട്ടോ. കോപ്പറേറ്റ് ഇല്ലാന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഉണ്ടെങ്കിൽ അതും പെട്ടു. ഇവിടെ രണ്ട് പോസ്റ്റ് വൈബ് വില്ലേജൊക്കെ കണ്ട് ഇതിലൂടെ തിരിച്ചു പോകാം. ഒരു പോക്ക. ഏതാ വൈബ് സാധനം. ഗൈസ് നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ അടയാളങ്ങൾ മുകളിൽ സോംബികൾ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവര് ഇത് മൈൻഡ് ചെയ്യണേ. റീസ്പോൺ കിട്ടിയത് എടാ ഇവനാടാ. എടി ഇവൻ ബഗ്ഗടിച്ചടാ. അയ്യോ ഓടാ. അപ്പോ അയ്യോ എന്താ പോലെ. പിന്നെ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നേ. നമുക്ക്
അതിങ്ങ് തന്ന മോളെ, അതിങ്ങ് തന്നു. കിട്ടിയില്ല കാര്യങ്ങൾ. എൻ്റെ പ്ലഷ് പ്രോ നല്ലടാ. പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കി വെച്ച പിന്നെ അതൊരു ഇതല്ലേ. പെട്ട് ഇവിടെ അത് ഉണ്ടാക്കാൻ എടി ഇങ്ങനൊരു ഗതികെട്ടവൻ. റോഡ് അല്ല റോഡ് എന്ന് പറയുന്നത് ഡോറ് വെക്കുമ്പം ഇനി ഇങ്ങനെ ഡോറ് വെക്കണം കേട്ടോ. എന്നോട് ഞാൻ പറഞ്ഞു കേട്ടോ. അല്ല പറഞ്ഞ പോലെ ഇനി എങ്ങനെ ഡോറ് വെക്കുക? സ്റ്റെപ്പാണ് പറയുന്നത്. സോളിഡ് ബ്ലോക്ക് എടുക്കുക. അടി ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനേ ശരിയായിട്ടില്ല. ഓക്കെ അതിനൊരു വൃത്തി വന്നു. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആക്കാം. നേരത്തെ ഉണ്ടാക്കിയ ആ ബട്ടൺ ഇല്ല, അതെടുത്ത് വെക്കാം. ബട്ടനെ കാട്ടി നല്ലത് ഇത് തന്നെയാണ്. നല്ലൊന്ന് അയ്യോ ഇവിടെ വെക്കും. അതൊരു രസത്തിനാണ് എടുക്കട്ടെ. ഓട്ടോമാറ്റിക് ഡ്രോപ്പ് ആയിട്ടിങ്ങാണ്. ഞാൻ വെച്ചോളാം. എടി ഇത് ഞാനാണല്ലോ ഇപ്പം എല്ലാം സോർട്ട് ചെയ്ത് വെക്കണത്. ഒന്നാമത്തെ ഞാൻ ആക്കിക്കോളാം. ഇങ്ങനെ എടുത്തന്നാ മതി. എവിടെ പോയാ പണി കഴിഞ്ഞെൻ്റെ മോനെ? ഇതിൻ്റെ പണി കഴിഞ്ഞോ? എവിടെ പണിയെടുക്കുന്നില്ലടാ ഇത്. അത് ഞാൻ അടുത്ത് വെച്ചോ. അത് നാട് ഇവിടെ. ഇത് കേസ് തലവേദന. ഓക്കെ, അപ്പം നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. ലാസ്റ്റായിട്ടൊരു കാര്യം കൂടി ചെയ്യാം. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ വീഡിയോ ഇവിടെ എന്ത് ചെയ്യാനുള്ള സമയമായി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോസാങ്ക് പുതിയതായിട്ട് ഇതിൽ കൊണ്ടുവന്ന കോപ്പറാണ്. അതന്നെയാണ് എന്താ കോപ്പർ തികയില്ലേ? അവിടെ തികയില്ലെന്ന് മാത്രം പറയല്ല, എനിക്ക് സങ്കടാവും. ഭാഗ്യം. ഏതാ കറക്റ്റ്? അതിന് മുമ്പ് നമുക്ക് ഓക്കെ, നമുക്ക് പുറത്ത് പോയിട്ട് ഇട്ടിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഏതാണ്ട് ഇങ്ങനെ ഇട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പുതിയതായിട്ട് ഇന്നുണ്ടാക്കിയ ഡോക്ക് പോവാം. ഇന്നുണ്ടാക്കി നമ്മുടെ ഡോക്കിൻ്റെ തച്ചത്ത് നിന്നിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാനുള്ള സമയമായി. അതിനു മുമ്പ് നമുക്ക് കണ്ട് ഇതൊക്കെ ഒന്ന് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ 3, 2, 1. Oh Mojang, how ugly is this? ഒന്നിനും കൊള്ളൂല. നോക്കി എൻ്റെ പാർട്ടിക്കിളൊക്കെ വരുന്ന നോക്കി അതിൻ്റെ ഉള്ളിൽ. കുഴപ്പമില്ല. അവിടെ എൻ്റെ പാർട്ടിക്കിൾ വരുന്ന നോക്കി. എൻ്റെ ബാക്ക് ഉണ്ടോ നിങ്ങൾ കറങ്ങണ നോക്കി. കേസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.